ബിസ്മില്ലാഹി റഹ്മാനി റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിൽ കരീം അമ്മാബാദ്. ബാഡ്മിൻ്റൺ കോർട്ടിലെ ഒറ്റക്കാൽ വിസ്മയം. താൻ ഇഷ്ടപ്പെട്ടിരുന്ന പെണ്ണ് മുഖത്തു നോക്കി, നിങ്ങളെപ്പോലെ ശാരീരിക വൈകല്യമുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അയാളുടെ ശാരീരികമായ പരിമിതികളെ എത്ര വലിയ ശാപമായാണ് മറ്റുള്ളവർ വിലയിരുത്തുന്നത് എന്ന് ഗിരീഷ് ശർമ്മയ്ക്ക് മനസ്സിലായത്. ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ശരീരത്തിനേക്കാൾ പ്രാധാന്യം മനസ്സിനാണ് എന്നും ആത്മവിശ്വാസമുണ്ടെങ്കിൽ ആരുടെ മുന്നിലും തോൽക്കേണ്ടി വരില്ല എന്നും വിശ്വസിച്ചിരുന്ന ഗിരീഷ് ശർമ്മയുടെ വിശ്വാസത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു ആ പെൺകുട്ടിയുടെ വാക്കുകൾ. പ്രതിസന്ധികളിൽ പതറി നിൽക്കുമ്പോഴല്ല, അതിനെ മറികടക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ വഴി സുഗമമാകുന്നതെന്നറിയാവുന്ന ഗിരീഷ് അവളുടെ വാക്കുകളിൽ നിന്നും പുതിയൊരു ഊർജം സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ തന്നെ തീരുമാനിച്ചു. ഒരു സാധാരണക്കാരന് ആർജിക്കാൻ കഴിയുന്ന ഏതൊരു നേട്ടവും തനിക്കും നേടാൻ കഴിയുമെന്ന് തെളിയിക്കുവാൻ തന്നെ അയാൾ മനസ്സിലുറപ്പിച്ചു. അതെ, ആ ദൃഢനിശ്ചയവും തീരുമാനവുമായിരുന്നു ഒരു കാൽ നഷ്ടപ്പെട്ട ഗിരീഷ് ശർമ്മയെ ഇന്ത്യയിലെ 2ാം നമ്പർ ബാഡ്മിൻ്റൺ കളിക്കാരനാക്കി വളർത്തിയത്. ഗുജറാത്തിലെ രാജ്കോട്ടിലായിരുന്നു ഗിരീഷ് ശർമ്മയുടെ ജനനം. 2ാമത്തെ വയസ്സിൽ ഒരു ട്രെയിൻ അപകടത്തിൽപ്പെട്ട് വലതുകാൽ നഷ്ടപ്പെട്ടതോടെ ഗിരീഷിന്റെ ജീവിതം ഇരുളടഞ്ഞതായിരിക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ കുഞ്ഞുനാളിലെ ഉണ്ടായ ഈ അപകടം തൻ്റെ പരാധീനതകളെ അതിജീവിക്കുന്ന തരത്തിൽ വളർന്നു വരുന്നതിന് ഗിരീഷിനെ സഹായിച്ചു. മുതിർന്നു വന്നതോടെ തൻ്റെ പരിമിതി ഉൾക്കൊണ്ട ഗിരീഷ് എല്ലാ രംഗത്തും മറ്റുള്ളവരോടൊപ്പം നിൽക്കാൻ എപ്പോഴും ശ്രമിച്ചു. ഗിരീഷ് തന്നെ പറയുന്നു, കുട്ടിക്കാലത്ത് ശാരീരിക പരിമിതിയുള്ള ആൾ എന്ന തോന്നൽ ഒരിക്കലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ മറ്റുള്ളവർക്കൊപ്പം ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ എന്നിവ കളിക്കുമായിരുന്നു. സാധാരണ വ്യക്തികളെ പോലെ ഞാനത് ആസ്വദിക്കുകയും ചെയ്തിരുന്നു. ഈയൊരു മനോഭാവമായിരുന്നു ഗിരീഷ് ശർമ്മയെ പിൽക്കാലത്തും നേട്ടങ്ങളുടെ നെറുകയിലേക്ക് ഉയർത്തിയത്. ഒരാളുടെ ശാരീരിക പരിമിതികൾ നേട്ടങ്ങൾ ആർജിക്കുന്നതിന് ഒരിക്കലും തടസ്സമാവില്ല എന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു കൊടുക്കണമെന്ന് തീവ്രമായ ആഗ്രഹമായിരുന്നു ബാഡ്മിൻ്റൺ കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഗിരീഷിനെ പ്രേരിപ്പിച്ചത്. തൻ്റെ ഉറപ്പുള്ള ഒരു കാലുകൊണ്ട് ബാഡ്മിൻ്റൺ കോർട്ടിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഒരിക്കൽ ലോകത്തെ വിസ്മയിപ്പിക്കുമെന്ന് അയാൾ മനസ്സിലുറപ്പിച്ചു. പിന്നീട് വിശ്രമമില്ലാത്ത പരിശീലനമായിരുന്നു. ദിവസവും 6 മണിക്കൂർ പരിശീലനം. അയാളുടെ മനക്കരുത്തിനും വാശിക്കും മുന്നിൽ പ്രതികൂല ഘടകങ്ങൾ വഴിമാറിക്കൊണ്ടിരുന്നു. ഒരു സാധാരണ വ്യക്തിയെ പോലെ കോർട്ടിൽ ഒറ്റക്കാൽ ഉപയോഗിച്ച് അരമണിക്കൂർ തുടർച്ചയായി കളിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് വളർന്നു. ക്രമേണ മത്സരരംഗത്തേക്ക് കടക്കാമെന്ന ആത്മവിശ്വാസമായി. തോൽവികൾ ഗിരീഷിന് എന്നും പ്രചോദനമായിരുന്നു. അവയിൽ നിന്ന് പാഠങ്ങൾ ആർജിച്ച് പുതിയ കുതിപ്പുകൾക്ക് അയാൾ സജ്ജനായി. കൃത്യമായ ലക്ഷ്യത്തോടെ ഓരോ ചുവടും മുന്നോട്ട് വെച്ചു. അതോടെ വിജയങ്ങൾ അയാളുടെ മുന്നിൽ രാജപാത തെളിയിച്ചു. ഭിന്നശേഷിക്കാർക്കായുള്ള ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണ്ണ മെഡൽ നേടിയത് ഗിരീഷ് ശർമ്മയുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഇസ്രായേലും തായ്ലൻഡിലുമായി നടന്ന മത്സരങ്ങളിൽ സിംഗിൾസിലും ഡബിൾസിലും വെള്ളി മെഡലുകൾ നേടി. പാരാലിമ്പിക്സിൽ ഏഷ്യ കപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയതോടെ ഗിരീഷ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. 2011 ബാംഗ്ലൂരിൽ നടന്ന മത്സരത്തിലും വെള്ളി മെഡൽ നേടാനായി. വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കളിച്ചു കൊണ്ടിരിക്കുന്ന ഗിരീഷ് ശർമ്മയെ കാത്തിരിക്കുന്നത് മഹാവിജയങ്ങളുടെ പരമ്പരകളാണ് എന്ന് ഇതുവരെയുള്ള അനുഭവം തെളിയിക്കുന്നു. ഒരു കാലിന്മേലാണ് താൻ നിൽക്കുന്നത് എന്ന ചിന്ത ഒരിക്കലും ഗിരീഷിനെ അലട്ടുന്നില്ല. തനിക്ക് പറ്റിയ ദുരന്തത്തെക്കുറിച്ച് അയാൾ ഖേദിക്കുന്നുമില്ല. കാരണം അവ ഒന്നിനും പരിഹാരമല്ല എന്ന് ഈ ചെറുപ്പക്കാരൻ അറിയാം. നിലവിലുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. മാനസികമായി നാം അതിനു സജ്ജമാകണമെന്ന് മാത്രം. ഈയൊരു തൻ്റെ ഇടവും ഇച്ഛാശക്തിയുമാണ് ഏതൊരു സാധാരണക്കാരനെയും പോലെ രാജ്കോട്ടിൽ തിരക്കേറിയ റോഡിലൂടെ സ്വയം ബൈക്ക് ഓടിച്ചു പോകുവാൻ ഗിരീഷിനെ പ്രാപ്തനാക്കിയത്. ഇത്രയും നേട്ടങ്ങൾ ആർജിച്ച് പുതിയ ലക്ഷ്യങ്ങളുമായി വിജയക്കുതിപ്പ് നടത്തുമ്പോഴും സർക്കാരിൽ നിന്നോ സ്വകാര്യ മേഖലകളിൽ നിന്നോ കാര്യമായ ഒരു സഹായവും തനിക്ക് കിട്ടുന്നില്ല എന്ന ഖേദം ഗിരീഷിനുണ്ട്.
ഒരുപക്ഷെ പാരാലിമ്പിക്സിൽ വേണ്ടത്ര പ്രാധാന്യം ഇന്ത്യ നൽകാത്തത് കൊണ്ടാകാം തനിക്ക് ഒരു സ്പോൺസറെയും കിട്ടാത്തതെന്ന് ഗിരീഷ് കരുതുന്നു. ക്രിക്കറ്റ് മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് കോടികളുടെ ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും കിട്ടുമ്പോൾ നന്നായി പരിശീലനം നടത്തുന്നതിനും വിദേശ രാജ്യങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും ആവശ്യമായ സാമ്പത്തിക സഹായമെങ്കിലും ബന്ധപ്പെട്ടവർ നൽകണമെന്നാണ് ഗിരീഷ് ശർമ്മയുടെ ആവശ്യം. ദുർവിധികളെ പ്രഹരിച്ചു വീഴ്ത്തി മുന്നേറുമ്പോഴാണ് ഒരാൾ ജേതാവാകുന്നത്. ഇല്ലായ്മകളെക്കുറിച്ച് സങ്കടപ്പെടലല്ല, ലഭ്യമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ അതിജീവിക്കാമെന്ന് ചിന്തിക്കുമ്പോഴാണ് നാം പ്രായോഗിക തലത്തിലേക്ക് നീങ്ങുന്നത്. ഗിരീഷ് ശർമ്മയെപ്പോലെ അനേകായിരങ്ങൾ വെളിച്ചവും പ്രത്യാശയുമായി നമുക്ക് മുന്നിലുള്ളപ്പോൾ നാം എന്തിനു സന്ദേഹികളായി മാറി നിൽക്കണം? ദുർവിധികളെ പ്രഹരിച്ചു വീഴ്ത്തി മുന്നേറുമ്പോഴാണ് ഒരാൾ ജേതാവാകുന്നത്. ഇല്ലായ്മകളെക്കുറിച്ച് സങ്കടപ്പെടലല്ല, ലഭ്യമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ അതിജീവിക്കാമെന്ന് ചിന്തിക്കുമ്പോഴാണ് നാം പ്രായോഗിക തലത്തിലേക്ക് നീങ്ങുന്നത്. ഗിരീഷ് ശർമ്മയെപ്പോലെ അനേകായിരങ്ങൾ വെളിച്ചവും പ്രത്യാശയുമായി നമുക്ക് മുന്നിലുള്ളപ്പോൾ നാം എന്തിന് സന്ദേഹികളായി മാറി നിൽക്കണം? നമസ്കാരം, നന്ദി.